എവിടെയാണോ ഒന്നും നടക്കത്തില്ലെന്ന് ഇന്നലെയും കൂടെ നീ കേട്ടിട്ട് വന്നത്, അവിടെ തന്നെ വലിയ കൊയ്ത്തുണ്ടാകാൻ പോകും. ഞാൻ 4 മാസമായി 6 മാസമായി 1 വർഷമായി 2 വർഷമായി നിന്റെ തലമുറയുടെ വഴികൾ അടഞ്ഞെന്ന് നീ ഭാരപ്പെട്ടെടുത്ത് വലിയ കൊയ്ത്തുണ്ടാകാൻ പോകുന്നു. Oh, I prophesy a breakthrough. There shall be an incentive. There shall be move from stagnancy to fruitfulness. എത്ര ചലിക്കാത്തതിനെയും നീ ചലിപ്പിക്കും. You can move every impossible situation in favor. എത്ര വരൾച്ചയുള്ളിടത്തും നിന്റെ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ നടക്കും. Oh, in your presence, wherever the barrenness is, there shall be a miracle. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. There is a river flowing from the threshold of the temple. എസെക്കിയേൽ നോക്കുമ്പോൾ പഴയ ആലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു, അത് താഴോട്ട് ഒഴുകുകയാണ്. So Ezekiel is seeing a vision that there's a river flowing from the threshold of the temple. അത് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അരാബയിലേക്ക് അത് ഒഴുകുകയാണ്. It is flowing towards Araba. ഇത് ഒഴുകുന്ന വെള്ളം ഇത് അരാബയിലേക്കും ഗലീലയിലേക്കും ഒഴുകുകയാണ്. This river is flowing to Araba and to Galilee. അത് അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയെ പറ്റി താൻ കണ്ട ദർശനമാണ്. So he is seeing a river, he is seeing a vision of the river that existed in his time. ആ നദി ഇപ്പോഴും അവിടെയുണ്ട്. That river still exists today. ആ നദിയുടെ ഉത്ഭവസ്ഥാനം ഹെർമോൻ മലകളിൽ നിന്നാണ്. And that river begins to flow from the Mount Hermon. ഹെർമോൻ മലയുടെ പ്രത്യേകത അവിടെ മഞ്ഞുണ്ട്. There is dew on Mount Hermon. ആ മഞ്ഞ് ഉരുകി വെള്ളം താഴോട്ട് വരും. The dew melts and becomes water and comes down Mount Hermon. അത് വന്നിട്ട് നേരെ ഒരു കപ്പിന്റെ ഷേപ്പിലുള്ള ഒരു നദിയിൽ വീഴും. And it flows and becomes a river in the form of a cup. ഒരു 4.5 മൈൽ വീതിയും 14.5 മൈൽ നീളവും ഉള്ളതാണ് ഈ നദി. And this is 4.5 miles width and 14 miles long. ദൂരെ നിന്ന് കണ്ട കപ്പിന്റെ ആകൃതിയിൽ. If you look up the map, this river looks like a cup of coffee. ഇതിന് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള നദിയാണിത്. And this is a river that we have all heard of. ഇതിന്റെ പേര് ഗലീല കടൽ എന്നാണ്. And this river is called the Sea of Galilee. അത് ഗന്നസറത്ത് കടൽ എന്ന് വിളിക്കും. It is also called the river Gennesaret. അപ്പോൾ തന്നെ കിന്നരോത്ത് നദി എന്ന മറുപേരിൽ അറിയപ്പെടുന്നു. And some people also call it Kinneret. അപ്പോൾ ഈ നദിയുടെ പ്രത്യേകത ഏഷ്യയിലെ ശുദ്ധജല തടാകത്തിൽ ഒന്നാണിത്. And this is one of the purest water bodies in Asia. ഈ വെള്ളത്തിന്റെ പ്രത്യേകത, this is the uniqueness about this water. ഇത് ഇങ്ങനെ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. It keeps overflowing all the time. എന്നിട്ട് അവിടെ നിന്ന് ഈ വെള്ളം താഴോട്ട് ഒഴുകും. And this Mount Hermon, the dew becomes water and flows into this river, the Sea of Galilee. ഈ ഗലീല കടലിൽ നിന്ന് വെള്ളം, ഇത് കടലല്ല, ജസ്റ്റ് ഒരു തടാകമാണ്, പക്ഷേ ഇതിനെ കടൽ എന്ന് വിളിക്കുകയാണ്. It is a river actually, but it is called a sea. എന്തുകൊണ്ട് ഇതിനെ കടൽ എന്ന് വിളിക്കുന്നതെന്ന് Why is it called a sea? അതുപോലത്തെ മത്സ്യ സമ്പത്ത് ഈ നദിയിലുണ്ട്. This river has so much of fishes. അതിന്റെ പ്രത്യേകത, and the uniqueness about it, 365 ദിവസവും ഇതിനകത്ത് മത്സ്യത്തെ കിട്ടും. 365 days all through the year we get a fish in the Sea of Galilee. ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചാൽ ഒരിടത്തും നീ ബ്ലോക്ക് ആകത്തില്ല. If the Lord blesses you, you will be like the Sea of Galilee. You will be fruitful all around the year. ഈ നദി താഴോട്ടൊഴുകും ഗലീലയിൽ നിന്ന്. And the water flows from the Sea of Galilee downwards. ഈ ഒഴുകുന്ന ഗലീലയിൽ നിന്ന് വരുന്ന ഈ നദിയെ യോർദാൻ നദി എന്ന് പറയുന്നു. And this river that comes down from the Sea of Galilee is called the Jordan River. യോർദാൻ നദി ഒഴുകുകയാണ്. And the Jordan River is also flowing. Come on. യോർദാൻ നദിയെ നമ്മളിൽ ചിലർ അറിയപ്പെടുന്നത് മരണ നദി എന്നാണ്. Many of us know the river Jordan as the sea of death, the river of death. എന്ന് വെച്ചാൽ മരണം കൊണ്ടുവരുന്ന നദി. And this which means this brings about death. എന്തുകൊണ്ടാണ് ഇതിനെ മരണത്തിന്റെ നദി എന്ന് വിളിക്കുന്നത്? Why is it called the river of death? ഗലീലയിലെ വെള്ളത്തെ, the water from the Sea of Galilee, താഴോട്ട് എത്തിച്ച് when it goes down, കൊണ്ടെത്തിക്കുന്നത് ചാവുകടലിലാണ്. it ends up in the Dead Sea. ഗലീലയിലെ വെള്ളത്തെ, the water from the Sea of Galilee, അവിടെ നിന്ന് എത്തിക്കുന്നത് ചാവുകടലിൽ, flows down and ends up in the Dead Sea.
ജീവനുള്ള വെള്ളത്തെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന ഇടയ്ക്ക് നിൽക്കുന്ന നദിയെ മരണത്തിന്റെ നദി യോർദാൻ നദി So എന്നറിയപ്പെടുന്നു. this living water that's flowing through and from the Sea of Galilee to the Dead Sea, the channel in between is called the river of death. എന്നാൽ But എഹെസ്കേൽ ഈ നദിയെ കുറിച്ച് ഒരു സ്വപ്നം കണ്ടു. Ezekiel sees a vision about this river. ഈ നദിയെ കുറിച്ച് എഹെസ്കേൽ ഒരു പ്രവചനം കണ്ടു. And he sees a prophecy about this river. ഹെർമോനിൽ നിന്ന് ഒഴുകി This water is flowing down from Mount Hermon. ഗലീലയിൽ വന്ന് വീണ് It joins the Sea of Galilee. അവിടുന്ന് യോർദാൻ വഴി താഴോട്ട് It ഒഴുകുന്നു. flows down further through Jordan ഇത് ചാവുകടലിൽ ചെല്ലുന്നത് കൊണ്ട് and it reaches the Dead Sea. അത് അവിടെ ചത്തു കിടക്കുക. And it becomes stagnant there. ചാവുകടലിലാണെങ്കിൽ ഒരു ജീവനുമില്ല. There is no life in the Dead Sea. എന്തിനേറെ ഇതിന്റെ കരയിൽ പോലും ഒരു പോച്ച കളിക്കത്തില്ല. There's not even a green grass growing on the shores of Dead Sea. ഒരു പക്ഷി ഇതിന്റെ കുറുകെ സഞ്ചരിക്കത്തില്ല. Not even a bird flies across the Dead Sea. അത്രയ്ക്ക് ചത്ത നശിച്ച കടലാണ് ചാവുകടൽ. And that is how dead the Dead Sea is. എന്നാൽ But പ്രവാചകൻ പറയുക, the prophet says, യാഗപീഠത്തിന്റെ പ്രവേശനത്തിൽ നിന്ന് ഒഴുകുന്ന നദി, the river that flows from the place of sacrifice, അത് ഈ കടലിൽ വരുന്നത് കൊണ്ട് because it reaches the Dead Sea, അവിടെ ഒരു അത്ഭുതം നടക്കും. because it's flowing from the place of sacrifice, there shall be a miracle that happens in the Dead Sea. 10ാമത്തെ വാക്യം, അതിന്റെ കരയിൽ എൻഗദി മുതൽ എൻ എഗ്ലീം വരെ. From En-Gedi to En-Eglaim there shall be fishermen beside it. എൻഗദിയും എൻ എഗ്ലീമും രണ്ട് ബോർഡറുകളാണ്. These are the borders of the Dead Sea. ചാവുകടലിന്റെ രണ്ട് അതിരുകളാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ എന്ന് പറയുന്നത് പോലെ എൻഗദിയും എൻ എഗ്ലീമും ബോർഡറുകളാണ്. So En-Gedi and En-Eglaim are the borders of the Dead Sea. അപ്പൊ ആ ചാവുകടലിന്റെ അതിരുകളെ നോക്കി പ്രവാചകൻ പറയുകയാണ്, The prophet is looking at the boundaries of the Dead Sea. ഈ രണ്ട് കരയിൽ നിന്ന് ആളുകൾ മീൻ പിടിക്കും. The prophet is saying and prophesying that people will come and fishermen shall surround these boundaries. Hallelujah. പിടിക്കുന്ന മത്സ്യം എങ്ങനത്തെ മത്സ്യം പോലെ ആയിരിക്കും? Their fish will be according to their kinds like the fish of the great sea, very many. മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ. They shall become like the fish of the great sea. പ്രവാചകന് തെറ്റിയതാണോ? Did the prophet make a mistake? പ്രവാചകൻ പറയുന്ന നദി ചാവുകടലിന്റെ കാര്യം തന്നെയാണോ? Is he prophesying about the Dead Sea? ഇനി അതിന്റെ മുകളിലുള്ള ഗലീലയിലാണോ? Is he talking about the Sea of Galilee, which is full of life? അവിടെ 153 തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. Because there are 153 types of fishes in the Sea of Galilee. ചിലപ്പോൾ അവിടെ ആയിരിക്കും മീൻപിടുത്തം നടക്കുന്നത്. Probably it's there the fishermen will gather. എഹെസ്കേൽ പറയും, ഗലീലയിലെയും യോർദാനിലെയും കാര്യമല്ല, എവിടെ മീൻപിടുത്തം നടക്കത്തില്ലെന്ന് പറഞ്ഞോ അവിടെ വലിയ മീൻപിടുത്തം ഉണ്ടാകും. Ezekiel will say, I'm prophesying about the Dead Sea. There shall be fishermen who will catch fishes from a Dead Sea. എവിടെയാണോ ഒന്നും നടക്കത്തില്ലെന്ന് ഇന്നലെയും കൂടെ അല്ല ഇങ്ങോട്ട് വരുമ്പോഴും കൂടെ നീ കേട്ടിട്ട് വന്നത്, അവിടെ തന്നെ വലിയ മീൻപിടുത്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് വചനം പറയുകയാണ്. I prophesy from the scriptures that you shall have a great catch of fish from a Dead Sea in your life. Hallelujah. അത് കെട്ടിക്കിടക്കുകയായിരിക്കാം. It may be a locked up sea like a Dead Sea, stagnant. It may be stagnant. There may be no flow in the river. പക്ഷേ ഇതാണ് നിനക്കുള്ള പ്രവചനം. But this is the prophecy for you. അവിടെ നിനക്ക് വലിയ മീൻപിടുത്തം ഉണ്ടാകാൻ പോകുന്നു. You shall have a great catch of fishes from your Dead Sea. ചാവുകടലിൽ മീൻപിടുത്തമുണ്ടായാൽ, if there is a catch of fish from the Dead Sea, അതിന്റെ അർത്ഥം ഇന്ന് പകൽ ഏത് മേഖലകളിൽ നീ കൈകൊഴഞ്ഞ വരൾച്ച കണ്ടിരിക്കുന്നു, അവിടെ തന്നെ ഈ നദിയിൽ ഒരു വലിയ മീൻപിടുത്തം നടക്കാൻ പോകുന്നു. That is a prophecy saying you shall have a great catch of fish from your Dead Sea situation. ഇതൊരു prophetical atmosphere ആയതുകൊണ്ട്, this is a prophetic atmosphere. ചിലരുടെ കുടുംബത്തെ നോക്കി, some families I ചില see, തലമുറകളെ നോക്കി, some children I see,
അടുത്ത 30-40 In ദിവസത്തിനകത്ത് the next 30-40 days, വലിയ കൊയ്ത്തുണ്ടാകാൻ there പോകുന്നു. shall be a great harvest. വലിയ മീൻപിടുത്തം ഉണ്ടാകാൻ There പോകുന്നു. shall be a great catch of fish. അതിനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. And this is how I explain it. നിന്റെ പിതാക്കന്മാർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൊയ്ത്ത്, Oh, a harvest that your fathers have not seen. നിന്റെ കുടുംബത്തിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊയ്ത്ത്, Oh, a harvest that your families have not seen. ആ ഡെഡ് സീ എന്ന് വിളിച്ച ഇടത്തു തന്നെ നടക്കാൻ പോകുന്നു. Oh, it will happen in your Dead Sea itself. ആ സ്റ്റാഗ്നന്റ് ആയി കിടക്കുന്ന ചലിക്കാത്ത ജീവനില്ലാത്ത ജലാശയത്തിനകത്ത് വലിയ പെരുത്ത മീൻകൂട്ടത്തെ ചിലർ വലിച്ചു കോരാൻ പോകുന്നു. Oh, there shall be a great catch of fish from the Dead Sea. കഴിഞ്ഞ 4 മാസമായി 6 മാസമായി 1 വർഷമായി 2 വർഷമായി നിന്റെ തലമുറയുടെ വഴികൾ അടഞ്ഞെന്ന് നീ ഭാരപ്പെട്ടെടുത്ത് വലിയ കൊയ്ത്തുണ്ടാകാൻ പോകുന്നു. Oh, I prophesy a breakthrough, that there shall be a promotion, there shall be an incentive, there shall be move from stagnancy to fruitfulness. ചലിക്കാത്ത, Oh, a stagnancy, ബ്ലോക്കായി കിടക്കുന്ന, hindered places. കിടക്കുന്ന Oh, stagnant places. ചാവുകടലിനകത്ത് Just like the Dead Sea, ചലനമുണ്ടാകുന്നു. there shall be a movement. പ്രവാചകൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ And the prophecy is അതൊരു saying ചെറിയ ചലനമല്ല. it's not a small move. ആ ചലനമുണ്ടാകാൻ കാരണം, The reason why there's a ആ move, ചലനമുണ്ടാകാൻ കാരണം the reason why there's a move, ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി, the river that flows from Mount Hermon, ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി the flow from the river of Temple, ചാവുകടലിനെ ചലിപ്പിക്കുന്നു. it shall move and give life to the Dead Sea. അതാണ് ഇന്നത്തെ സന്ദേശം. That is my message this morning. എത്ര ചലിക്കാത്തതിനെയും നീ ചലിപ്പിക്കും. You can move every impossible situation in എത്ര favor. വരൾച്ചയുള്ളിടത്തും നിന്റെ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ നടക്കും. Oh, in your presence, wherever the barrenness is, there shall be a miracle. എനിക്കറിയാം നീ ദൈവത്തിന്റെ നദിയാകയാൽ ദൈവത്തിന്റെ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. സ്റ്റാഗ്നന്റ് ആയി കിടക്കുന്നത് ചലിക്കും. കൊയ്ത്തില്ലാത്തത് കൊയ്ത്തുണ്ടാകും. വരൾച്ചകൾ മാറും. മത്സ്യങ്ങളുടെ പിടുത്തം ശേഖരമുണ്ടാകും. ഇന്ന് പകലിൽ വർഷങ്ങളായി കിടക്കുന്ന എല്ലാ വരൾച്ചകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ.